കൊച്ചിന്ന് വരുമ്പോ ഞാൻ ഇവന്റെ അക്കൗണ്ടിൽ 1060 ആയിരുന്നു ബാലൻസ് ഫാസ്ടാഗിന്റെ. സോ ഈ ടോളും കൂടെ ക്രോസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ടോട്ടൽ. ഇനിയും കോഴിക്കോട് ഇനിയില്ല. കോഴിക്കോട് എത്തുന്ന വരെ എത്ര ടോള് നമ്മൾ എത്ര രൂപ ചെലവായിട്ടുണ്ട്, ടോളിന് എത്ര രൂപ ചെലവായിട്ടുണ്ട് നമുക്ക് നോക്കാം. അപ്പൊ ആ സാധനം നമുക്ക് ഇപ്പൊ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറി. എന്താന്ന് വെച്ചാൽ നമ്മൾ പണ്ട് ചോറൊക്കെ കഴിച്ചോണ്ട് ഉച്ചയ്ക്ക് ചോറ് ഉച്ചയാകുമ്പോൾ കഴിക്കണമെന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോൾ നമുക്ക് വരുന്നത് അൽഫാം, ഷവായ ഇല്ലെങ്കിൽ ഷവർമ്മ, ഇങ്ങനെ ഒരു അറേബ്യൻ ഫുഡിലേക്ക് നമ്മുടെ കേരളത്തിലുള്ള കൾച്ചറിൽ മാറി ഗൈസ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ. ഞാൻ ഇപ്പോൾ ആര് ചോദിച്ചാലും എന്താ കഴിക്കാന്ന് പറഞ്ഞാൽ അപ്പം പറയാം അൽഫാം അല്ലെങ്കിൽ മന്തി. ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഇപ്പൊ നമുക്ക് കഴിക്കാൻ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ കുറച്ച് ട്രാവലിംഗ് ബ്ലോഗ് ആയിരിക്കും. അപ്പോൾ ഒരാൾ ഇവിടെ റെഡി ആവുന്നുണ്ട്. ആളെ പോയി നമുക്ക് നോക്കാം ആളെന്താ ചെയ്യുന്നത്. റെഡി ആവുന്നില്ല, സാധനങ്ങളൊക്കെ എടുത്തു വെക്കുക. നമ്മൾ അതേ എന്താ എവിടെ പോകുന്നു? ടാറ്റ എന്നാ ഈ വീട് വിട്ട് പോവാ? ആണോ? എന്നാ വീട് ഓക്കെ ശരി. വീട് വിട്ട് പോവാ? ഓഹോ, കുറെ സാധനങ്ങളും പെട്ടിയൊക്കെ പാക്ക് ചെയ്താണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇനി തിരിച്ചു വരുമോന്നറിയില്ല. എടുത്തു പോവല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ വേഗം കാര്യം പറയാം. നമ്മള് വിഷുവിന് വീട്ടിൽ പോവല്ലേ? അത് വിഷുവിന് ഇവളുടെ വീട്ടിൽ പോവാണ്. വിഷു ആഘോഷിക്കാൻ വേണ്ടിട്ട്. നിന്റെ സാരി എടുത്തോ? എന്തായാലും ചുമ്മാ വെക്കാം, എന്താ വണ്ടിയിലല്ലേ, ഇരുന്നോട്ടെ. അപ്പൊ നമ്മൾ വിഷുവിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അതാണ് ഇന്നത്തെ വ്ളോഗ്. ഇനി അവിടെ എത്തുന്നവരെ നമുക്ക് കാണാം. അപ്പൊ ഇവിടുന്ന് ഇറങ്ങട്ടെ. നമ്മൾ ഒരു 9:30 ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ഇപ്പൊ സമയം കറക്റ്റ് 9:30 ആണെന്ന് തോന്നുന്നു കേട്ടോ. 9:30. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി. നമ്മൾ ഇനി 2 ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല കൊച്ചിയിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരും. അപ്പൊ വിഷു ആഘോഷിച്ചിട്ട് തിരിച്ചു വരാമെന്നാണ് നമ്മളെ പ്ലാൻ. അത് പോവാം. ഇത് ആരാ? നീയാണോ? ഓക്കെ. ഓവർ സൈസ്ഡ് ടീഷർട്ടൊക്കെ ഇട്ട് കുറച്ച് കംഫർട്ടായിട്ടാണല്ലോ ഇന്ന്. കുറച്ച് ലോങ് ഓവർ സൈസ്ഡ് ടീഷർട്ടൊക്കെ ഇടുന്നത് നല്ലത് ട്രാവലിങ്ങിന്. അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ളതൊക്കെ ഇട്ടിട്ട് പോയ ഒരു സുഖം ഉണ്ടായിരുന്നു. അതെ, ബെഡൊക്കെ ക്ലീൻ ചെയ്യാം. അപ്പൊ ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് ഗൈസ്. എന്റെ ഔട്ട്ഫിറ്റ് നോർമൽ ഔട്ട്ഫിറ്റ് ആണ് ഇട്ടേക്കുന്നത്. ജീനാണ്, ബട്ട് സ്റ്റിൽ കംഫർട്ടുള്ള ജീനാണ് ഇട്ടേക്കുന്നത്. ടൈറ്റ് ജീൻസ് അല്ല. അപ്പൊ ട്രാവലിങ്ങിന് ലൂസ് ആയിട്ട് ഇടുന്നത് നല്ലത്. അപ്പൊ അതാണ് കാര്യം. നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകുന്നു. ഇനി പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോവാ അല്ലേ? എപ്പൊ എത്തുന്നൊന്നും അറിയില്ല. നമുക്ക് എത്തുന്ന പോലെ പോവാ. എന്താന്ന് വെച്ചാൽ നാളെയാണ് വിഷു. ഇന്ന് ചെറിയ വിഷു അല്ലേ? നമ്മുടെ വണ്ടി ഇതാ റെഡി ആയിട്ടിരിക്കുന്നു. നമ്മൾ കുറച്ച് നമ്മുടെ സാധനങ്ങളൊക്കെ കയറ്റി അകത്തേക്ക് കയറണം. എന്താ ഇത്? മതി. ഒരു പോസും ഇല്ല, ട്രാവലിംഗ് പോസും ഇല്ല. വാ പോവാ. വേഗം കയറ്റി. നീ ഫുഡ് കഴിക്കണ്ടേ? സാധനം കയറ്റി വേഗം. നമ്മുടെ സാധനങ്ങളൊക്കെ ഡിക്കിയിൽ സെറ്റ് ചെയ്തു. ഇനി നേരെ ഇവിടുന്ന് ഇറങ്ങാം, ഫുഡ് കഴിക്കുക, അങ്ങനെ വിടുക. കോഴിക്കോട്, ഓഫ് ടു കോഴിക്കോട്. ആര്യാസൊന്നും ഇല്ല. ഞാൻ മുട്ട കഴിച്ചോട്ടോ. ഞാൻ മോർണിംഗ് 2 മുട്ട കഴിച്ചു. ഇവിടെ ഒന്നും കഴിച്ചിട്ടില്ല. ഒരു പ്രോട്ടീൻ ഇൻടേക്ക് ഭയങ്കര കുറവാണ് ഇനി കുറവാവാൻ പോകുന്നത്. ഇനി മസാല ദോശയിലാണല്ലോ പ്രോട്ടീൻ. എത്ര കഷ്ടപ്പെട്ട ഒക്കെ ആൾക്കാര് പോകുന്നെന്ന് അറിയോ? നീയൊക്കെ ഇവിടെ AC കാറിൽ സുഖമായിട്ട് തോന്നി. ഞാൻ ഓർത്തന്നെ ഇവര് ആദ്യം കേറിയിട്ട് റിങ് പിന്നെ വെച്ചതാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഭയങ്കര കഷ്ടപ്പാടാണ് എല്ലാ ആൾക്കാര്. അവര് അതിന്റെ അകത്ത് നിന്ന് കഷ്ടപ്പെട്ട് അത് പിടിച്ചു വെച്ചാ പോകുന്നത്. ഐ അപ്രീഷിയേറ്റ് യു ഗൈസ്. പക്ഷെ എന്നാലും ആ റിങ് അത് ഭയങ്കര ഡേഞ്ചർ അല്ലേ? അത് അങ്ങനെ നിന്ന് പോകുന്നത്. ആ റിങ് വല്ല വീണ ഇവര് എന്ത് ചെയ്യാ? അതിന്റെ റിസ്ക് അല്ലേ ഇങ്ങനെ പോകുന്നത്? അതെന്നാണ് എനിക്കും തോന്നുന്നത്. അത് കുറച്ചുകൂടെ വലിയ ലോറി കയറ്റിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് പക്ഷെ അത് ഓപ്പൺ ആണ്. ആ റിങ് വെച്ചേക്കുന്നത് ആ ഡോർ എല്ലാം ഭയങ്കര ഓപ്പൺ ആണ്. അപ്പൊ അത് ഡോർ ഓപ്പൺ ആക്കി വെച്ചാൽ അതില് കൊള്ളാത്തോണ്ട്, ആ ലോറി കൊള്ളാത്തോണ്ട് മനസ്സിലായി. പക്ഷെ അതിന്റെ അകത്ത് അവര് നിന്ന് പോകുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടാ എനിക്ക് തോന്നുന്നു. അതെ, അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ വലിയ ലോറി എടുത്ത് അതിൽ കയറ്റി വേണം കൊണ്ടുപോയി. ഈ ആൾക്കാരെ അതിന്റെ അകത്ത് നിർത്തി കഷ്ടപ്പെടുത്തേണ്ടതില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം ഗൈസ്. സോ ഇതാണ് ഇന്നത്തെ രാവിലത്തെ ടോക്ക് അല്ല, ഇന്നത്തെ തോട്ട്. ഇതുപോലെ നിങ്ങൾ മനുഷ്യന്മാരെ വെച്ച് കഷ്ടപ്പെടുത്താതിരിക്കുക. മാൻ പവർ കുറച്ചിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ
ഇതുപോലെ കുറച്ച് കാശിന് വേണ്ടി ആൾക്കാരെ ജീവിതം കഷ്ടപ്പെടുത്താണ്ടിരിക്കുക. അതെ അതെ, അവിടെ തിരക്കായിരിക്കുമോ എന്തോ. ഇന്ന് എല്ലാവർക്കും ഭയങ്കര തിരക്കാണല്ലോ. അതെ, ഭയങ്കര തിരക്കാണ്. ഈ റോഡ് വീതി കൂട്ടി. നമ്മളെ മെട്രോ പണി നടക്കുന്നതുകൊണ്ട് ഇവിടുത്തെ റോഡിൽ നല്ല പണി നടക്കുന്നുണ്ടായിരുന്നു, സീപോർട്ട് എയർപോർട്ട് റോഡില്. അപ്പൊ ഈ ഇടയ്ക്കായിട്ട് ഇതിന്റെ വീതി കൂട്ടി കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. കുറച്ച് വലിയ റോഡായി, കുറച്ച് സ്പേഷ്യസ് ആയിട്ടുണ്ട്. സാധാരണ ഇവിടെ ബ്ലോക്ക് ആയിരിക്കും, സോറി ഫോർ ദാറ്റ് സൗണ്ട്, ഇവിടെ ബ്ലോക്ക് ആയിരിക്കും. ഇന്ന് കുറച്ച് വീതിയൊക്കെ ഉള്ളത് കൊണ്ട്. ഓക്കെ, ക്യൂട്ടായിട്ടുണ്ടല്ലോ നീ. ഞാൻ എപ്പോഴും ക്യൂട്ടല്ലേ പറഞ്ഞു പോയി. അതെ, എന്താ ഞാൻ സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ് ഒക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് നമ്മളൊന്നും മിസ് ചെയ്യുന്നില്ല. നമ്മള് സ്ഥിരം സ്പോട്ടായ ആര്യാസ്, നമ്മുടെ അമ്മ വീടാണ്. കൈൻഡ് ഓഫ്. ഞങ്ങൾക്ക് നല്ലൊരു വെജ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം തോന്നാണ് ഇവിടെ വരുന്നത്. അതെ, ഞങ്ങൾക്ക് തന്നെ ഇവളാണ് കൂടുതൽ അഡിക്റ്റഡ്. ഞാൻ ഇവിടെ എത്തിച്ച് നശിപ്പിച്ചത് ഇവരാണ്. എപ്പോ നോക്കിയാലും ആര്യാസ് മോർണിംഗ് രാവിലെ ആര്യാസ്. നമ്മുടെ ഫുഡ് വന്നു ഗൈസ്. എന്താ മതി എപ്പോഴും പോലെ ഗീ മസാല ദോശയാണോ? അല്ല, ഇന്ന് ഗീ ഇല്ല. അയ്യോ, ഗീ ഇല്ല. ഞാന് ഗീ വെറുതെ എടുക്കണ്ടെന്ന് കുറച്ച് ഫാറ്റ് വേറും തോന്നി. അപ്പൊ അതുകൊണ്ട് നോർമൽ മസാല ദോശ വാങ്ങി, അത്രയല്ലേ ഉള്ളൂ. നോർമൽ മസാല ദോശ. എന്റെ നോർമൽ ഗീ നോർമൽ പൊടി റോസ്റ്റ് ആണ്. അപ്പൊ ഉമ്മ കഴിക്കട്ടെ. ഇത് ഇവളുടെ സ്ഥിരം പരിപാടിയാണ്. ആര്യത്തിൽ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് വന്നിട്ട് പകുതി മസാല ദോശ കഴിക്കുമ്പോൾ എന്നിട്ട് നിർത്തും. എന്നിട്ട് ഞാൻ കഴിക്കണം ഇതിന്റെ പകുതി പോലും കഴിച്ചിട്ടില്ല നീ. പകുതി കൂടുതലുണ്ട് ഇപ്പൊ ഇതില്. എവിടെ കഴിച്ചു? ഇതില് ഇത്രയും ഉണ്ട്. ഇത്രയും കഴിച്ചിട്ട് എന്നിട്ട് എന്റെ അടുത്ത് പറയാം ഞാൻ കഴിക്കണം ബാക്കിയെല്ലാം. എന്താ ഇത്? ഞാൻ വീഡിയോ എടുക്കും, നിന്റെ കാറ് കാണിച്ചു കൊടുക്കണ്ടേ? എപ്പോഴും ആര്യാസ് എന്ന് പറയാൻ എന്നിട്ട് കഴിക്കുകയില്ല. എന്നിട്ട് വെറുതെ ഒരു മണിക്കൂറായി പോയി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഓഹോ, അയ്യോ, ചെറിയ ദോശയൊന്നും പറ്റൂല. ഇനി ഞാനിത് കഴിക്കണം. എന്താ ചെയ്യാനാ, ഞാൻ തന്നെ കഴിക്കാം. ഫുഡ് കഴിച്ചിറങ്ങി. പുറത്ത് നല്ല ചൂടാ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ സൺസ്ക്രീൻ ഒക്കെ വേർത്തൊലിച്ച് പോകും. നിന്റെ റിയൽ ഫേസ് പുറത്തേക്ക് വരൂല്ലേ? അതെ, സോംബി ഫേസ് പുറത്തേക്ക് വരും. എന്താല്ലേ, അതിന് മുമ്പ് കാറ് കൊണ്ടുവരും. മേക്കപ്പ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. അതി ഇറ്റ്സ് നോട്ട് മേക്കപ്പ്. എന്നെ പോലെ നിങ്ങൾക്ക് മേക്കപ്പ് ഇല്ലാണ്ട് ജീവിച്ചൂടെ? എന്റെ ഒന്നുമില്ല. എന്റെ ഫേസ് കണ്ടോ? എന്റെ ഫേസിൽ ഒന്നുമില്ല, ഒരു മേക്കപ്പ് ഒന്നുമില്ല. ഞാൻ നാച്ചുറൽ ലൈറ്റ് ആയിട്ട് ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ, ലൈറ്റ് ആയിട്ട് ലേശം ബ്ലഷ്, അത്ര മാത്രമേ. ബ്ലഷ്, പിന്നെ ലിപ്സ്റ്റിക്. ഇത്രയും പോലെ ഗേൾസ് പറ കൂടുതലാണോന്ന്. എനിക്കറിയില്ല. മേക്കപ്പ് എന്താ പറയാ, എന്തോ ഒരു ടച്ചിങ് ആണോ? എന്തോ ഒരു ടച്ചപ്പ്. എനിക്കറിയില്ല കേട്ടോ, എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ ഗേൾസ് അറിയാവുന്നവര് കമന്റ് ചെയ്ത് വലിയ മേക്കപ്പ് ആണോ ചെറിയ മേക്കപ്പ് ആണോ നമുക്കറിയില്ല. നമ്മുടെ വണ്ടി നമ്മള് ഇതില് കൊടുത്തു. ഏതായിരുന്നു? വാലറ്റ് പാർക്കിങ്ങിന്. ആ വാലറ്റ് പാർക്കിന് വണ്ടി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഭയങ്കര ചൂടാണ് ഇവിടെ. ഈ ഇടയ്ക്കായിട്ട് കൊച്ചിയിൽ നല്ല ചൂടാണ് ഗൈസ്. ഇടയ്ക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഭയങ്കര ചൂടാ, പറ്റത്തില്ല. മെട്രോ പണിയൊക്കെ ഓൾമോസ്റ്റ് ഇവിടെ ഈ ഏരിയയിൽ, ആര്യാസിന്റെ ഏരിയയിൽ മെട്രോ പണിയൊക്കെ ഇത്ര ലെവലിൽ എത്തി. ട്രാക്കൊക്കെ വന്നു. ഇവിടുന്ന് അവിടം വരെ ട്രാക്ക് വന്നിട്ടുണ്ട്. ഇനി ഇത് കണക്ട് ചെയ്യാനുണ്ട് അപ്പുറേ സൈഡ്, നമ്മളെ ഇൻഫോ പാർക്ക് സൈഡിലേക്ക്. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മെട്രോ ആണ് ഗൈസ്. ഇൻഫോ പാർക്കിൽ മെട്രോ സിറ്റി ആണ്. നമ്മളെ വണ്ടി വരുമോ? അത് ഞാൻ അകത്ത് കയറി ഇരുന്നാലോ? അകത്ത് കയറി ഇരുന്നോ? പൊക്കോ, ഞാൻ വണ്ടി വന്നിട്ട് വിളിക്കാം. നമ്മുടെ വണ്ടി വരുന്നു ഗൈസ്. ഫൈനലി നമ്മുടെ വണ്ടി വന്നു. ഇനി നമ്മൾ കയറി നേരെ വിടുക വണ്ടി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇവിടുന്ന് ഇറങ്ങി ഗൈസ്. കൊച്ചിയിൽ നിന്ന് ഇറങ്ങി നമ്മള്. ഇനി 2 ദിവസത്തേക്ക് കൊച്ചിയിൽ നമ്മളില്ല. 2 ദിവസത്തേക്ക് പറഞ്ഞോട്ടെ ഞാൻ. 2 ദിവസത്തേക്ക് നമ്മൾ ഇനി കൊച്ചിയിലില്ല ഗൈസ്. അപ്പോ 2 ദിവസം ബൈ ബൈ കൊച്ചി. 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം. അതുകൊണ്ട് കൊച്ചി കുറച്ച് സമാധാനം ഉണ്ടായിക്കോട്ടെ, അജിത്തേട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. വി ഗോണ മിസ് യു കൊച്ചി 2 ദിവസത്തേക്ക്. യെസ്, എനിക്ക് എപ്പോഴും കൊച്ചിയിൽ നിന്ന് വേറെ എവിടെയെങ്കിലും പോവാൻ നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ എനിക്കൊരു ഫീൽ ഉണ്ടാവും, ഓ ഇവിടുന്ന് പോവല്ലേ, ഇനി എപ്പോൾ തിരിച്ചു
തിരിച്ചു വരും, അങ്ങനെ തിരിച്ചു വരുന്നല്ല, പെട്ടെന്ന് തിരിച്ചു വരണമെന്നൊരു ഫീലാണ് ഈ കൊച്ചി. എനിക്ക് അങ്ങനെയല്ല, കൊച്ചി ഒരു എനിക്ക് തോന്നിയിട്ടുണ്ട് കൊച്ചി ഒരു ലൂപ്പാണ്. എന്താന്ന് വെച്ചാൽ എവിടെ പോയാലും ഞാൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. അതൊരു 5-6 വർഷമായിട്ട് ഞാൻ ഇത് തന്നെ അവസ്ഥ. എന്റെ വീട്ടിൽ പോയാലും വീട്ടിൽ പോയാലും 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും. കൊച്ചി ഒരു സെക്കൻഡ് KSRTC പുക വിട്ടുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ആ പുകേന്റെ പുകവണ്ടി. ഇത് ആനവണ്ടി എന്നല്ലേ പറയേണ്ടത്, ഇത് പുകവണ്ടി എന്നാണ് പറയേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ കൊച്ചി ഇസ് എ ലൂപ്പ് ഫോർ മീ. നിങ്ങൾക്ക് ഇത് കൊച്ചി ഒരു ലൂപ്പായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഡു കമന്റ് ഹിയർ. എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ എവിടെ പോയാലും തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. എവിടെ ബാംഗ്ലൂർ പോയാലും എവിടെ പോയാലും വീട്ടിൽ പോയാലും കോഴിക്കോട് പോയാലും 2 ദിവസം 3 ദിവസം അത് കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വരും. വന്നില്ലെങ്കിൽ എന്തോ പോലെ ആയിരിക്കും നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഇനി നേരെ കോഴിക്കോടിലേക്കാണ് വണ്ടി വിടുന്നത്. ഓക്കെ, ഞാൻ എന്റെ കംഫർട്ട് സോണിൽ ഇരുന്നോട്ടെ. എന്റെ കാലൊക്കെ മേലെടുത്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ എന്റെ കാല് ഡാഷിൽ വരും. ഡാഷിൽ വരും, അങ്ങനെ ചവിട്ടി ഞാൻ പുറത്താക്കും നിന്നെ. ഡാഷിൽ വരും. നാച്ചുറൽ ഹാപ്പൻസ്. നമ്മൾ നീ വഴി പെട്രോൾ അടിക്കണ്ടേ? പെട്രോൾ അടിച്ചിട്ട് വരാം. ഇവിടെ ഒരു അടിപൊളി ഫ്ലാറ്റ് ഉണ്ട്. അത് വീഗാലാൻഡിന്റെ ഫ്ലാറ്റ് ആണെന്ന് തോന്നുന്നു. കിട്ടുന്നുണ്ട് ഗുഡ് എർത്ത് എന്ന് പറഞ്ഞിട്ട്. നല്ല ഫുള്ള് ചെടി, ഫ്ലവേഴ്സ്, പ്ലാന്റ് കണ്ടോ. അതാ മരം ഏതാ ഫ്ലാറ്റ് ഏതാന്ന് മനസ്സിലാവുന്നില്ല. ഫുള്ള് മരം. ഫ്ലാറ്റ് ഇല്ല, ഫ്ലാറ്റ് കാണുന്നില്ല. ഫുള്ള് കാട് പോലെ ആട്ടോ. ഫുള്ള് വീഗാലാൻഡിന്റെ എല്ലാ ഫ്ലാറ്റിലും അവരിങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, ഏത് പാട്ടാന്നറിയോ? പാട്ട് വന്നല്ലോ. ഇതിന്റെ ലിറിക്സ് എനിക്കറിയില്ല കേട്ടോ. ഉപ്പ് കറുവാടാണ് സോങ്. எனக்கு சரக்கு வச்சிருக்கேன், இறக்கி வச்சிருக்கேன், வறுத்த கோழி மிளகு போட்டு வறுத்து வச்சிருக்கேன், வறுத்து வச்சிருக்கேன். கோழி 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 கோழി നമ്മൾ അങ്കമാലി എത്തി. ഇനി നേരെ തൃശ്ശൂരിലേക്കാണ് വണ്ടി വിടുന്നത്. നമ്മളെ ഏത് ആരുടെ നാടാ തൃശ്ശൂർ? എനിക്കറിഞ്ഞൂടാ. അമ്പലങ്ങളുടെ ഉത്സവങ്ങളുടെ തൃശ്ശൂരിലേക്ക് നമ്മൾ പോകാണ്ടിരിക്കുന്നു. പൂരങ്ങളുടെ നാടാണ്. മറ്റേതാ മമ്മൂട്ടി പൂരങ്ങളുടെ. നമ്മളൊരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അത് നേരെ തൃശ്ശൂർ, ലെഫ്റ്റ് കോഴിക്കോട്, റൈറ്റ് പാലക്കാട്. എങ്ങോട്ടാ പോണ്ടേ? പറ, ഏതാ വേണ്ട നിനക്ക്? നമ്മളെ കോഴിക്കോടേക്ക് വിടറാ. നമ്മളെ കോഴിക്കോടേക്ക് വിടറാ വണ്ടി. ലെഫ്റ്റ് എടുത്താ കോഴിക്കോട് ഗൈസ്. അപ്പൊ നമുക്ക് ലെഫ്റ്റ് എടുത്ത് പോവാം. തൃശ്ശൂർ നേരെ പോയ തൃശ്ശൂർ റൗണ്ട്. നമ്മൾ എവിടേക്കോ കറങ്ങി ഇവിടെ എത്തി. സത്യം പറഞ്ഞാൽ നമ്മൾ ഇത് നോർമലി വരുന്ന റൂട്ടല്ല വന്നത്, പക്ഷെ എങ്ങനെ ഈ ഒരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഈ ജംഗ്ഷൻ നമ്മളെപ്പം കാണുന്നല്ലേ? ഇപ്പൊ സെറ്റായിന്ന് തോന്നുന്നു. ഇപ്പൊ സെറ്റ് അല്ല. നമ്മള് നോർമലി വേറെ റൂട്ടൊക്കെ വരുമ്പോ തൃശ്ശൂർ കയറിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷെ ഇത് തൃശ്ശൂർ കയറാണ്ട് ഈ ഒരു സ്ഥലത്ത് ഞാൻ എത്തി. ഏതോ റെയിൽവേ ക്രോസ് ഒക്കെ നിന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. പക്ഷെ നല്ല വഴിയായിരുന്നു. കുറച്ച് നല്ല നല്ല വീടുകൾ കണ്ടു. നല്ല വീടുകൾ കുറെ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ വീട് നോക്കി ഇങ്ങനെ പറഞ്ഞു. എന്റർടൈനിങ് ആയിരുന്നു. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇവിടെ എത്തി. അതെ, എന്താ ഇവിടെ നിക്കുന്നത് നമ്മള്? നമ്മള് വരുന്ന വഴിക്ക് മെയ് ഫ്ലവർ ആണോ? നമ്മൾ വരുന്ന വഴിക്ക് കുറെ ഫ്ലവർ, ഇതുപോലത്തെ ഫ്ലവേഴ്സ് കണ്ടു. നല്ല രസമുണ്ട്. ആ റോഡിന്റെ സൈഡിൽ നിൽക്കുന്നത് ആ ഫ്ലവർ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് വണ്ടി നിർത്തിയത്. മെയ് ഫ്ലവർ ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഈ മരത്തിന്റെ ഫ്ലവേഴ്സ് ആണ്. അത് നല്ല ലോങ് എന്നൊക്കെ കാണുമ്പോ ഇത് കത്തി നിൽക്കുന്നു. ഇഷ്ടംപോലെ ഉണ്ട് ഈ മരത്തിന് ഫുള്ള്. ഇതാ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത് നമ്മളെ എറണാകുളത്തും കണ്ടായിരുന്നു. ഇപ്പൊ വരുന്ന വഴിക്ക് കുറെ സ്ഥലത്തുണ്ട്. പക്ഷെ കൊള്ളാം. ഇതിന്റെ സീസണാന്ന് തോന്നുന്നല്ലേ? മെയ് ആവാൻ പോകുന്നു. എന്റെ ഒരു അറിവ് വെച്ചത് മെയ് ഫ്ലവർ ആണ്. സോ ഇതായിരിക്കും. എത്ര ദിവസം ഉണ്ടാവും അറിയില്ല. പക്ഷെ നല്ല രസമുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും
കണ്ട് ആസ്വദിച്ച് നിൽക്കുക ഗൈസ്. ഓക്കെ, നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി. അപ്പൊ ഇനി ഫുഡ് എവിടുന്നാ കഴിക്കാന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എവിടെയാ അതി? ഞാനൊരു നഹദി കുഴിമന്തി, അത് ഞാനിത് മാപ്പ് ഇട്ടുകൊണ്ടിരിക്കുക. ഒരു 15 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് അവിടെ ഉണ്ടോ എന്ന് പറഞ്ഞൂടെ. സാധാരണ ചിലപ്പോ അതുപോലെ എന്നെ പറ്റിക്കാറുണ്ട്. അപ്പൊ അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, നമ്മൾ ആ മാപ്പ് ഇട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് പോവാ. നമ്മൾ ഇതാണ് ഇവള് കണ്ടുപിടിച്ച ഷോപ്പ്, നഹദി. നല്ല തിരക്കാന്ന് തോന്നുന്നു. ഒന്ന് ചോദിച്ചു നോക്കാം എത്ര സമയം എടുക്കുമെന്ന്, കഴിക്കാൻ പറ്റുമോ നോക്കാം. നല്ല വെയിറ്റിംഗ് ഉണ്ട്. എന്താ അവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ അവിടെ പേര് കൊടുത്തു. പേര് കൊടുത്തിട്ട് അതെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. അവര് വിളിക്കാന്ന് പറഞ്ഞ് ഒരു 10-15 മിനിറ്റ് ഡിലേ ഉണ്ട്. കുറച്ച് തിരക്കാണ്. അപ്പൊ ഒരു 10-15 മിനിറ്റ്, മാക്സിമം 20 മിനിറ്റിന്റെ അകത്ത് ചിലപ്പോ കേറാന്നൊക്കെ പുള്ളി പറഞ്ഞത്. ചിലപ്പോ അതിന്റെ ഫ്രണ്ടിലൊക്കെ ആൾക്കാർ നിക്കുന്നുണ്ട്. അപ്പൊ കേറ്റുന്നുണ്ട്. അതില് തിരക്കുന്ന പാരഗണിൽ പോയ ഇതേപോലെയൊക്കെ തിരക്കായിരിക്കും. കഴിച്ചിറങ്ങുന്ന പോലെ പക്ഷെ ഫേമസ് ആണെന്ന് തോന്നുന്നു ഈ ഏരിയയിൽ. അതുകൊണ്ടാന്ന് തോന്നുന്നു ഇത്ര തിരക്ക്. എല്ലാരും ഇവിടെ വന്നേക്കുന്നത്. നഹദി മറ്റേ മെയിൻ മന്തിയാന്ന് എനിക്ക് അത്ര ഓർമ്മയുള്ളൂ. ഞാൻ കഴിച്ചിട്ടില്ല. ഓക്കെ, എനിക്കറിയില്ല. ഞാൻ നഹദിയിൽ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ എറണാകുളത്തുള്ളത് മാത്രമേ കേട്ടിട്ടുള്ളൂ കൂടുതൽ. അപ്പൊ അതുകൊണ്ട് എനിക്കിതറിയില്ല. മെനു ചോദിച്ചായിരുന്നോ? മെനു ചോദിച്ചാൽ അൽഫാം ഉണ്ടോന്ന് ചോദിച്ചു കേട്ടോ. അൽഫാം ഉണ്ടെന്ന് പറഞ്ഞു. ഷവായ ഉണ്ടാവും. എന്താ ഷവായ ഉണ്ടാവും. ഷവായ ഇല്ലെങ്കിൽ അൽഫാം കഴിച്ചിട്ട് പോവാൻ നോക്കാം. എനിക്ക് ഷവായ അത് അൽഫാം ഉണ്ടോന്ന് ചോദിച്ചോളൂ. ഞാൻ മെനു കൂടുതലൊന്നും ചോദിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് കേറാം. എന്തായാലും ഷവായ ഉണ്ടാവും. നമ്മുടെ മിഷൻ ഫെയിൽഡ് ആണ്. നമ്മള് നോക്കി ഇവിടെ കേറാൻ കുറെ നല്ല തിരക്കാന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ. ഇത് പുറത്ത് ഇത്രയും പേര് ഇരിക്കുന്നു. അതിന്റെ അകത്ത് വെയിറ്റിംഗ് ഉണ്ട്. അതിന്റെ അകത്ത് കുറെ പേര് ഇങ്ങനെ ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. എന്തായാലും ഒരു 1/2-3 മണിക്കൂർ എടുക്കും തോന്നുന്നു. ഒരു 10-15 മിനിറ്റ് ഞാൻ നോക്കി. ഭയങ്കര സീനാണ്. മന്തി കഴിക്കുന്നോണ്ട് നമുക്ക് അവര് പെട്ടെന്ന് ഇറങ്ങി വരുന്നില്ല ആരും. മൂഞ്ചി എന്താന്ന് വെച്ചാൽ ഇനി വെയിറ്റ് ചെയ്യണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റിലും വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ കഴിച്ച് ഇറങ്ങുമ്പോൾ ഒരു 1/2 മണിക്കൂർ, പിന്നെയും ഒരു 1 അവർ നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ 1.5 അവറിൽ നമുക്ക് വീട്ടിലെത്താവുന്നതേ ഉള്ളൂ. യെസ്. അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഷോപ്പ് നോക്കിയിട്ട് എവിടെന്നെങ്കിലും കഴിച്ചിട്ട് പോവാം. എന്തായാലും ഇവിടെ ഇനി കഴിക്കല് ഭയങ്കര തിരക്കാണ്. എന്താന്ന് വെച്ചാൽ നേരമായിട്ട് നോക്കി ഞാൻ അവിടെ പിള്ളേര്, ചെറിയ പിള്ളേര്, അവരൊക്കെ വിശന്ന് അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ പിള്ളേര് വന്ന് മറ്റേ എഴുതുന്ന നോട്ട് ചെയ്യുന്ന പുള്ളി എടുത്ത് ചോദിക്കുക, ഞങ്ങളെ കയറ്റുന്ന ഭയങ്കര അവര് ആ പുള്ളി ഒരു മിനിറ്റ് ഇപ്പൊ കയറ്റ അത്രയ്ക്ക് അവസ്ഥയാണ് അവിടെ ഫുഡിന് വേണ്ടി. അപ്പൊ ഇനി അതിന്റെ ഇടയ്ക്ക് നമ്മളെ കയറ്റി നമുക്ക് എപ്പോ തരുമെന്നൊന്നും ഒരു പിടുത്തമില്ല. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. വേറെ എവിടെയെങ്കിലും നമുക്ക് നമുക്ക് വേണമെങ്കിൽ വരുമ്പോ നമ്മൾ അടുത്ത ദിവസം വരുമ്പോ നമുക്ക് ഇവിടെ കുറച്ച് നേരത്തെ വന്ന് കയറുന്ന പോലെ ബുക്ക് ചെയ്തിട്ട് വരാം. ഫൈനലി നമുക്കൊരു സ്പോട്ട് കിട്ടി. ഫൈനലി നമ്മൾ തപ്പി കണ്ടുപിടിച്ച് കുറെ കറങ്ങി. അവിടുന്ന് നമ്മള് നേരത്തെ നഹദിയിൽ കയറി. അവിടെ എന്തായാലും അത് നല്ല സമയം എടുക്കുന്ന പറഞ്ഞാൽ അവിടെ നിറഞ്ഞ് വേറൊരു സ്പോട്ടിലേക്ക് പോയി. അവിടെ ആണെങ്കിൽ ആ ഷോപ്പ് ഇട്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും നോക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നപ്പോൾ ഈ TNT എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് കുറെ സ്ഥലത്ത് ഇവർക്ക് ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. ഞാൻ അതിൽ കയറണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാവശ്യം. ഞാൻ 3 നാൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു TNTയിൽ കയറണമെന്നില്ലേ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് TNT കണ്ടു. അവിടെ ഷവായ ഇങ്ങനെ കറങ്ങുന്ന കണ്ടു. അങ്ങനെ കറങ്ങുമ്പോൾ തന്നെ നേരെ വണ്ടി അകത്തേക്ക് എത്തി. നോക്കുമ്പോ പാർക്കിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ നിർത്തി ഓടി വന്ന് കയറി. വന്ന് കയറി ഓർഡർ ചെയ്തു. ഇവിടെ ഷവായ ഉണ്ടായിരുന്നു കേട്ടോ. ഷവായ മാത്രമേ ഉള്ളൂ, അൽഫാമൊന്നും ഇല്ല. ഇവിടെ ഷവായ മന്തി. അപ്പൊ നമ്മള് ഹാഫ് ഷവായ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. ആരും ഇപ്പൊ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നില്ലെന്നാ തോന്നുന്നു. അതെ, ട്രാവലിംഗ് ആയതുകൊണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിക്കാം. ഞങ്ങൾ പുറത്തുപോയി കഴിക്കാറില്ല. ഇത് ചെയ്യാൻ എങ്ങനെയും ഫുഡ് കിട്ടിയാൽ മതി. എനിക്ക് കഴിക്കണം, വിശക്കുന്നു. നമ്മളെ ഫുഡ് വന്നു. ഷവായി, ഹാഫ് ഷവായും റൈസും വന്നിട്ടുണ്ട്. കഴിക്കല്ലേ? എന്തിനാ കുബൂസിന്റെ ആവശ്യമില്ല എനിക്ക്. വേഗം ഇട്, വിശക്കുന്നു. ഷവായി പീസ്. ഓ പൊളിയോ. സാലഡോ? അതെ മയോ സാലഡ് ചോദിക്കേണ്ടി വരും. നമ്മളിവിടെ സാലഡ് ചോദിച്ചപ്പം ഇവര് തന്നെ ഇവിടുത്തെ സാലഡ് ഇതാണ് കേട്ടോ. മാങ്ങയാണ് ഇവര് ഉപ്പിലിട്ടിട്ട് ഇതേപോലെ കൊണ്ടു തന്നേക്കുന്നത്. പിന്നെ കുറെ ഇതെന്തത് ലീവ്സ് എന്തത് ലെറ്റ്യൂസ് ഒക്കെ മധുരം ഉണ്ടോ? ഉപ്പിലിട്ടാന്ന് തോന്നുന്നു. ഉപ്പിലിട്ടല്ല. നോർമലി എല്ലായിടത്തും സാലഡ് കുക്കുംബറിലേ തരാം. ഇവിടെ കുറച്ച് വെറൈറ്റി ആണ്. മാങ്ങയൊക്കെയാണ് കിട്ടുന്നത്. മാങ്ങയുടെ സീസൺ ആയതുകൊണ്ടായിരിക്കും.
നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങി ഗൈസ്. എന്താ നീ ഇഷ്ടപ്പെട്ടോ ഫുഡ്? ഓക്കെ എനിക്ക് അത്ര ഒരു ഗുമ്മായിട്ട് തോന്നിയില്ല. മസാല ഷവായിൽ മസാല എനിക്ക് അത്ര ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല. കുഴപ്പമില്ല, ഒരു കുറച്ച് പ്രോട്ടീൻ കയറി, ആ ഒരു സന്തോഷമുള്ളൂ. പിന്നെ ടേസ്റ്റ് അത്ര ടേസ്റ്റ് വൈസ് അത്ര ഗുമ്മില്ല, പക്ഷെ പ്രോട്ടീൻ കിട്ടി. അതെ അതെ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറി. എന്താന്ന് വെച്ചാൽ നമ്മൾ പണ്ട് ചോറൊക്കെ കഴിച്ചിരുന്ന, ഉച്ചയ്ക്ക് ചോറ്, ഇങ്ങനെ കടികൾ, സ്നാക്സ്, അങ്ങനെ കുറെ ഉച്ചയ്ക്ക് ചോറ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് മെയിൻ ആയിരുന്നു. ഇപ്പോൾ ഉച്ച ആകുമ്പോൾ കഴിക്കണമെന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോൾ നമുക്ക് വരുന്നത് അൽഫാം, ഷവായ, ഇല്ലെങ്കിൽ ഷവർമ്മ, ഇങ്ങനെ ഒരു ഏതാ അതിന്റെ പേര് അറബിക് ഫുഡിലേക്ക്, അറേബ്യൻ ഫുഡിലേക്ക് നമ്മുടെ കേരളത്തിലുള്ള കൾച്ചറിൽ മാറി ഗൈസ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ. ഞാൻ ഇപ്പോൾ ആര് ചോദിച്ചാലും എന്താ കഴിക്കാന്ന് പറഞ്ഞാൽ അപ്പം പറയാം അൽഫാം അല്ലെങ്കിൽ മന്തി. ഈ 2 ഓപ്ഷനേ ഉള്ളൂ ഇപ്പൊ നമുക്ക് കഴിക്കാൻ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ്. ഇവിടെ റോഡ് പണി കാരണം തിരിച്ചു വിട്ട് മാപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തിരിയുന്നുണ്ട്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും, വണ്ടികൾ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുണ്ട്. ഇപ്പൊ എങ്ങോട്ടാ അങ്ങോട്ട് കോഴിക്കോട് എവിടെയാ പോകണ്ടെന്ന് എനിക്കൊരു പിടുത്തല്ലേ. നമ്മൾ ഇതിലെ കൂടെ കയറിയതാ ഇപ്പൊ കറങ്ങി ഇങ്ങോട്ടേക്ക്. കുറെ വണ്ടികൾ ഇവിടെ കിടന്ന് വട്ടം അടിക്കുന്നുണ്ട്. അവിടെ റോഡില്ല, അതെ ഈ വണ്ടി ഇപ്പൊ വട്ടം അടിക്കും. ഇപ്പൊ ഇവര് റൂട്ട് മാറ്റി ഇവിടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു റൈറ്റ് ഇട്ടിട്ടുണ്ട് കോഴിക്കോട് എന്ന് പറഞ്ഞ മുകളിലേക്ക്. ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോർമലി വരുന്നത് ഈ പാലം കയറാൻ വേണ്ടി ഈ റൈറ്റ് കൂടെ നേരെ പോവാ. പക്ഷെ ഇവർ ഇത് തിരിച്ചു വിട്ട് പിന്നെ മുകളിലേക്ക് പാലം കയറുന്ന പോലെ ആക്കിയിട്ടുണ്ട്. പുതിയ റോഡ് പണി കാരണം അങ്ങനെ ആക്കിയതെന്ന് തോന്നുന്നു കേട്ടോ. ഈ വണ്ടികൾ ഇവരെങ്ങോട്ടാന്ന് എനിക്കറിയില്ല. ആ റോഡ് അങ്ങോട്ട് ക്ലോസ് ചെയ്തു. അപ്പൊ നമ്മളോർത്ത് ഇവരെന്താ, ഞാൻ നോക്കുമ്പോ കേറുമ്പോ തന്നെ വേറൊരു ചേട്ടൻ കടന്ന് വട്ടം കറങ്ങുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നോക്കുമ്പോ ഞാൻ അതേപോലെ കടന്ന് കറങ്ങുന്നുണ്ട്. ഇപ്പൊ ഇത് എങ്ങോട്ടേക്ക് കേറും അറിയില്ല, നമുക്ക് നോക്കാം എങ്ങോട്ടേക്ക് കേറി. ഇത് കേറി ഹൈവേ ടോപ്പിൽ കേറും. ഇപ്പൊ എന്തല്ലേ, ഓരോ ദിവസം ഓരോ പ്രാവശ്യം വരുമ്പോ ഓരോ റൂട്ടാട്ടോ നമ്മള്. ഞാനൊരു വ്ളോഗ്, ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നേ, മറ്റേ മെട്രോ പെട്ടെന്ന് ഇന്നലെ രാത്രി നോക്കുമ്പോ ആ മെട്രോയുടെ യൂട്ടേൺ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ നമ്മൾ പോകുമ്പോ ആ യൂട്ടേൺ ഇല്ലെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ അകത്തുനിന്ന് ഒരാളൊന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്ന് എടപ്പള്ളി ആ സൈഡ് വിട്ടിട്ട് എടപ്പള്ളി സൈഡൊക്കെ ഒന്ന് വന്ന് നോക്ക്, രാവിലെ പോയ റോഡ് രാത്രി കാണാൻ. അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പൊ റോഡ് പണി കാരണം ഇപ്പൊ ഉണ്ടാകുന്നത്. രാവിലെ പോകുന്ന റോഡ് രാത്രി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വേറെ ഇതിലേക്കൂടെ ഇതിലേക്ക് കറങ്ങി വരേണ്ട അവസ്ഥയാണ്. ഫുള്ള് റോഡ് പണിയാണ് ഇവിടെ. ഇത് താഴേക്ക് ആ ഒരു ചെറിയ ഗ്യാപ്പ് അവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ കൂടെ കയറാൻ പാടില്ല. അത് കയറിയത് അവിടെ പോയി കുടുങ്ങും നമ്മള്. ആ പാലത്തിന്റെ പണി കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ അവിടെ കുടുങ്ങും. അതല്ലാണ്ട് ഇപ്പൊ താഴെ കൂടെ പോണം. അപ്പൊ മുകളിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ പാലത്തിൽ നിന്ന് മറ്റേ ചാടേണ്ടി വരും. ഫുള്ള് അഡ്വഞ്ചറസ് ആയിരിക്കും. കൊള്ളാം. ഇതേപോലെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിട്ട് ഈ മറ്റേ ഗുരുവായൂർ റോഡ്, ഈ NH46 ലെഫ്റ്റ് എടുത്ത് തൃശ്ശൂർ കയറാൻ വേണ്ടിട്ട് നമ്മൾ എന്തൊക്കെയോ വേറെ എങ്ങോട്ടേക്ക് മാപ്പ് കാണിച്ചു. അങ്ങോട്ടേക്ക് പോകുമ്പോ അവിടെ ഇല്ല. പിന്നെ ഞാൻ പിന്നെയും കറങ്ങി ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു. ആ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഈ റോഡ് പണി. നമുക്ക് ഓരോ ദിവസം ഓരോ റൂട്ടൊക്കെ തരിക. ഈ മാപ്പും കൺഫ്യൂസ്ഡ് ആണ്, നമ്മളും കൺഫ്യൂസ്ഡ് ആണ്. എവിടെ മാത്രം കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അതെ, കുറച്ചേരം വണ്ടി ഓടിക്കാതെ. എന്താണ് ഓടിച്ചെന്താ പ്രശ്നം? നേരെ ഉള്ള റോഡാ, ഫുള്ള് നേരെ. അതിലൊന്നും കറക്കൂല. ഇനി നമുക്ക് നേരെ പോവാ. വേറെ എവിടെ? അത് NH46 നല്ല കത്തിച്ച് പോവാ. ഒരു പ്രശ്നം. ലെഫ്റ്റ് സൈഡ് ചേർന്നിട്ട് ഒരു 50. എനിക്ക് ഹൈവേനേക്കാൾ ഇഷ്ടം ഇവിടെ മറ്റേ റോഡാണ്. എപ്പോ റോഡ് അടയ്ക്കുന്നോ എപ്പോ തുറക്കുന്നോ ഏത് റോഡാ പോണ്ടേന്ന് പോലും ഒരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ നീ അതല്ല പ്രശ്നം, നീ സൂചിച്ചിരിക്കുക. ഇവിടെ ഫുഡ് കഴിച്ചിട്ട് മന്തി കഴിച്ചിട്ട് ഇവിടെ സൂചിച്ചിരിക്കുക. ഗൈസ്, നമ്മൾ കോഴിക്കോട് എത്തുന്നതിന്റെ തൊട്ട് മുന്നത്തെ ടോളിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് ടോള് കുറവ്. ടോൾ എത്ര ആവുമെന്ന് നമുക്ക് നോക്കാം. നമ്മള് കൊച്ചിന്ന് വരുമ്പോ ഞാൻ ഇവന്റെ അക്കൗണ്ടില് 1060 ആയിരുന്നു ബാലൻസ് ഫാസ്ടാഗിന്റെ.
ഈ ടോളും കൂടെ ക്രോസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ടോട്ടൽ. ഇനി ടോളില്ലല്ലോ കോഴിക്കോട് ഇനിയില്ല. ഇനിയില്ല. ഓക്കെ, കോഴിക്കോട് എത്തുന്ന വരെ എത്ര ടോള് നമ്മൾ എത്ര രൂപ ചെലവായിട്ടുണ്ട്, ടോളിന് എത്ര രൂപ ചെലവായിട്ടുണ്ട് നമുക്ക് വൺ വേ. അപ്പൊ ആ സാധനം നമുക്ക് ഇപ്പൊ ഒന്ന് ചെക്ക് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട്. ജസ്റ്റ് മുന്നിൽ കുറച്ച് ടോള് നല്ല വണ്ടികളും കൂടെ ഉണ്ട്. തിരക്കാന്ന് തോന്നുന്നു കേട്ടോ. കൊറേ സമയം എടുക്കുന്നുണ്ട്. ഇത്ര സമയം ഒന്നും ടോളിൽ വെയിറ്റ് ചെയ്യാൻ പറ്റൂല എനിക്ക്. നീ പറ കാശ് കൊടുക്കത്തില്ലാന്ന്. അല്ലല്ല, ചിലത് എടുക്കുന്നില്ല ആ സാധനം, ചിലത് ഇവര് എടുക്കാത്ത സാധനങ്ങൾ ഇവര് മാനുവലി ഇവര് തന്നെ ചെയ്യുന്നത്. എടുക്കുന്ന സാധനങ്ങൾ ചെയ്ത് ഈ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ പറയാം. സോ എത്ര വെച്ച് നമുക്ക് ആയത്? നമുക്ക് ടോളിനായത് 240 രൂപയാണ്. 3 ടോൾ എന്താ കവർ ചെയ്തത്. പക്ഷെ ലാസ്റ്റ് ടൈം നമുക്ക് ഇതിനേക്കാളും കൂടുതലായിരുന്നു. ലാസ്റ്റ് ടൈം 4 ടോൾ ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് അറിയില്ല, ഇപ്പൊ ടോൾ കുറഞ്ഞാണോന്ന് അറിയില്ല. അല്ലെങ്കിൽ നമ്മള് റൂട്ട് മാറിയതാണോ? ഇല്ല, സെയിം റൂട്ട് തന്നെ വന്നത്. സെയിം റൂട്ട് തന്നെ വന്നത്. 3 മാസം മുമ്പാണ് നമ്മള് 2-3 മാസം മുമ്പ് വന്നത്. ഫെബില് നമ്മള് വന്നിട്ട് ഒരു 600 സംതിങ് ആണ് നമുക്ക് വൺ സൈഡ്. അപ്പൊ നമ്മള് 1000 സംതിങ് നമുക്ക് 2 സൈഡും അപ്പ് ആൻഡ് ഡൗൺ ആയിരുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇത്തവണ കുറഞ്ഞിട്ടുണ്ട്. ഏതർ അവര് ടോൾ കുറച്ചല്ലേ ടോൾ എമൗണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? 240 ഓക്കെ, കുഴപ്പമില്ല, ബെറ്റർ ആണ്. പക്ഷെ കഴിഞ്ഞാണ് നമുക്ക് തോന്നിയായിരുന്നു 1000 സംതിങ് നമ്മള് ടോളിന് മാത്രം കൊടുക്കുകയാണെങ്കിൽ ആ കാശിന് നമുക്ക് മറ്റേ ട്രെയിനിൽ AC പോയിട്ട് വരാം അല്ലെ, സിമ്പിൾ ആയിട്ട്. അത് ഭയങ്കര കൂടുതലായിരുന്നു. ഇനി മേ ബി എന്തെങ്കിലും കോഴിക്കോട് എത്തി ഗൈസ്. ഹൈലൈറ്റ് മോൾ ആണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത്, ലെഫ്റ്റ് സൈഡിൽ ഹൈലൈറ്റ് മോൾ. ഓക്കെ, നമുക്ക് ഇനി കുറച്ച് പടക്കങ്ങളൊക്കെ വാങ്ങാണ്ട് നമുക്ക് പാലായ മാർക്കറ്റിലേക്ക് പോവല്ലേ കോഴിക്കോട്? യോ പടക്കം എവിടെ കിട്ടുമെന്നറിയോ? പടക്കം മാർക്കറ്റിലുണ്ടാവൂലേ, പിന്നെന്താ മാർക്കറ്റില് ഞാൻ അവിടെ ഫ്രൂട്ട്സ് അങ്ങനെ അവിടെ ഫുള്ള് ഫ്രൂട്ട്സ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. ഞാനത് എപ്പം കാണുമ്പോൾ വിചാരിക്കും അവിടെ പോയി ഒന്ന് വാങ്ങണോന്ന്. എന്നുവെച്ചാൽ അത്രയും കണ്ട് വാങ്ങുന്ന ഒരു ഫീൽ ഇല്ലേ നമുക്ക് അത് കിട്ടാൻ വേണ്ടിട്ട്. ഞാൻ എപ്പം വീട്ടിൽ പോകുമ്പോ തിരക്കിട്ട് വരും, അങ്ങനെ ഇരിക്കും. ആ ഒരു ഏരിയയിൽ എനിക്ക് നിർത്തി വാങ്ങാനുള്ള സമയം കിട്ടാറില്ല. പിന്നെ അജിത്തായിട്ടുള്ളതുകൊണ്ട് നമുക്ക് അവിടെ കിടന്നൊന്ന് വിരകാം. മോസ്റ്റ്ലി ഈ കോഴിക്കോടുള്ള എല്ലാരും ഇപ്പൊ അവിടെ കിടന്ന് വിരകുന്നുണ്ടാവും. എന്താന്ന് വെച്ചാൽ നാളെ വിഷു ആയതുകൊണ്ട് കണി വെക്കാനുള്ള സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി അവിടെ നല്ല തിരക്കായിരിക്കും തോന്നുന്നു.